പരീക്ഷകളിൽ നല്ല മാർക്ക് നേടി വിജയിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വിദ്യാർത്ഥിയും ഉണ്ടാവില്ല. പക്ഷേ അതിന് കഴിയുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ്. ചിലർക്ക് പഠിക്കാൻ ആഗ്രഹവുമുണ്ടാവും, പക്ഷേ മടി കാരണം അവർ പഠനത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല. ചിലരാകട്ടെ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും അതിന് ഫലം കിട്ടാതെ നിരാശരാകുന്നു. പക്ഷെ ഇതിനൊക്കെ ഇടയിൽ നല്ലപോലെ പഠിച്ച് ഉയർന്ന മാർക്ക് നേടുന്ന ചിലരുണ്ട്. അവരെ നമ്മൾ ടോപ്പേഴ്സ് എന്നും പഠിപ്പിസ്റ്റ് എന്നും ഒക്കെ വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്കിങ്ങനെ ഉയർന്ന മാർക്ക് നേടാൻ കഴിയുന്നത്? ടോപ്പേഴ്സിനെ ശരാശരി വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും അവരെ പോലെ ഉയർന്ന മാർക്ക് നേടാൻ കഴിയും. അതിന് സഹായിക്കുന്ന ടെക്നിക്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്പർ 1, മൈൻഡ് സെറ്റ്. ഉദ്ദേശിച്ച ലക്ഷ്യം നേടാൻ ആദ്യമായി ചെയ്യേണ്ട കാര്യം അതിനുവേണ്ട മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് വിന്നിംഗ് മൈൻഡ് സെറ്റ് ആണ്. അതായത് ഞാൻ വിജയിക്കും എന്ന ഉറച്ച വിശ്വാസം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാൻ കഴിയുന്ന എന്തും അനായാസം നേടിയെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങണം എന്നത് ഒരു ആഗ്രഹം മാത്രമാവരുത്. അത് നിങ്ങളുടെ ലക്ഷ്യമാക്കി മാറ്റണം. ഉദാഹരണത്തിന്, എപ്പോഴും 65% മാത്രം മാർക്ക് വാങ്ങി പാസ്സാവുന്ന ഒരു ശരാശരി വിദ്യാർത്ഥി +2 എത്തിയപ്പോൾ ഇത്തവണ താൻ 95% മാർക്ക് നേടുമെന്ന് തീരുമാനിച്ചു. അവൻ്റെ കൂട്ടുകാരെല്ലാം അവനെ കളിയാക്കി. നിനക്കങ്ങനെ ഇത്രയും മാർക്ക് കിട്ടുമെന്ന് ചോദിച്ച് അവനെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ അവൻ തൻ്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നു. അതിനുവേണ്ടി അധ്വാനിച്ച് അത് നേടിയെടുത്തു. പലപ്പോഴും നമ്മുടെ പരാജയത്തിന് കാരണം നമ്മളെ കൊണ്ട് ഒരു കാര്യം സാധിക്കില്ല എന്ന തോന്നലാണ്. അതുകൊണ്ട് ഇത് എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് ഇത് എളുപ്പമാണ് എന്ന് കരുതി വേണം പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങാൻ. അല്ലാതെ എനിക്കൊന്നും അറിയില്ല, എനിക്കത്ര ബുദ്ധിയില്ല, മറ്റുള്ളവർക്ക് കൂടുതൽ കഴിവുണ്ട്, 95% ഒന്നും എന്നെക്കൊണ്ട് വാങ്ങാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിരുന്ന സമയം കളയരുത്. നിങ്ങളുടെ മനസ്സും മൈൻഡ് സെറ്റും ശരിയാക്കിയാൽ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ തനിയെ ശരിയാവാൻ തുടങ്ങും. ഉദ്ദേശിക്കുന്ന മാർക്ക് നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റാവുന്നതെല്ലാം ചെയ്യും. നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യം നേടിയെടുക്കുക ചെയ്യും എന്ന ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോവുക. ഇനി രണ്ടാമത്തെ ടെക്നിക്കിലേക്ക് പോകും മുമ്പ് ഒരു പ്രധാന കാര്യം പറയട്ടെ. പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷകളിൽ നല്ല മാർക്ക് നേടാൻ കഴിയും. പക്ഷേ ഈ അറിവ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉറപ്പുവരുത്താനാകില്ല. അതിനായി നിങ്ങൾക്ക് വിവിധ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്വന്തമായ ഒരു കാഴ്ചപ്പാടും വേണം. ഇത് വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് വേണ്ട ഒന്നാണ് വായനശീലം. പഠിക്കാൻ തന്നെയുള്ള സമയമില്ല, പിന്നെ എങ്ങനെ ബുക്ക് വായിക്കും എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവ് സമയത്ത് ഓഡിയോ ബുക്സ് കേൾക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കാം. കുക്കു FM-ൽ ഒരുപാട് നല്ല ബുക്കുകളുടെ പഠനത്തിന് ശേഷം ഏത് കാരിയർ തിരഞ്ഞെടുക്കണം, അതിനുവേണ്ടി തുടർന്ന് എന്ത് പഠിക്കണമെന്നൊക്കെ വിശദമായി അറിയാൻ സഹായിക്കുന്ന കാരിയർ ക്രഷ് എന്ന ബുക്ക് നിങ്ങൾക്ക് കുക്കു FM വഴി ഓഡിയോ ബുക്കായി കേൾക്കാം. ജീവിതത്തിൽ സന്തോഷവും വിജയവും നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്ന ഒരു ബുക്കാണ് ഐ ബോട്ട് ദ മങ്കീസ് ഫെറാറി. ഇതും നിങ്ങൾക്ക് കുക്കു FM-ലൂടെ മലയാളത്തിൽ തന്നെ കേൾക്കുന്നതാണ്. ജീവിത വിജയം നേടിയെടുത്ത ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ 100 Things Successful People Do എന്ന ഓഡിയോ ബുക്കും കുക്കു FM-ൽ ലഭ്യമാണ്. ഈ റിപ്പബ്ലിക് ഡേ കൂടുതൽ അറിവ് നേടാനായി ഉപയോഗിക്കൂ. വമ്പൻ വിലക്കുറവിൽ പ്രീമിയം ഓഡിയോ ബുക്സ് കോണ്ടന്റും എക്സ്ക്ലൂസീവ് ഷോസും പരസ്യമില്ലാതെ കേൾക്കാനായി കുക്കു FM ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആനുവൽ സബ്സ്ക്രിപ്ഷനിലും ആദ്യത്തെ മാസത്തെ സബ്സ്ക്രിപ്ഷനിലും 60% ഓഫർ നേടുന്നതിനായി India 60 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. നമ്പർ 2, ടൈമർ ടെക്നിക്. ഞാൻ 12 മണിക്കൂർ പഠിക്കും, ഞാൻ 20 മണിക്കൂർ പഠിക്കും എന്നൊക്കെ ചിലർ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. പക്ഷെ ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. ഇനി ഒരാൾ 20 മണിക്കൂർ പഠിക്കാനായി ഇരിക്കുന്നുവെങ്കിലും അതിനത്രയും ഔട്ട്പുട്ട് ഒരിക്കലും ഉണ്ടാവില്ല. IAS എക്സാമിന് 13th റാങ്ക് കിട്ടിയ ഗൗരവ് ബുഡാനിയ പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന സമയം ഒരു ടൈമർ ഉപയോഗിക്കണം എന്നാണ്. പഠനത്തിനിടയിൽ വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനൊക്കെ ബ്രേക്ക് എടുക്കുമ്പോൾ ആ ടൈമർ പോസ്റ്റ് ചെയ്യുക. തിരിച്ചു വന്ന് പഠിക്കാനിരിക്കുമ്പോൾ ടൈമർ റീസ്റ്റാർട്ട് ആക്കുക. അങ്ങനെ നിങ്ങൾ പഠിക്കുന്ന സമയം കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്നു എങ്കിലും അതിൽ ഏറെ സമയവും നമ്മൾ പഠനത്തിൽ ശ്രദ്ധിക്കാതെ മറ്റെന്തെങ്കിലും ചെയ്യുകയായിരിക്കും. ഇങ്ങനെ ടൈമർ വെച്ച് പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പഠിച്ച സമയം 6 മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സെലക്ഷൻ കിട്ടും എന്നാണ് ഗൗരവ് ബുഡാനിയ പറയുന്നത്. ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോഴും ഈ ടൈമർ ടെക്നിക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്പർ 3, റിലാക്സേഷൻ. ഒരു മരം വെട്ടുകാരനോട് ഒരു മരം വെട്ടാൻ പറഞ്ഞ് 6 മണിക്കൂർ സമയം കൊടുത്താൽ അയാൾ ആദ്യത്തെ 4 മണിക്കൂർ ആയുധത്തിന്റെ മൂർച്ച കൂട്ടാനായി ഉപയോഗിക്കും. പിന്നെ ബാക്കിയുള്ള 2 മണിക്കൂർ നേരം കൊണ്ടാവും മരം വെട്ടുന്നത്. ഇതുപോലെ തന്നെ പഠിക്കുന്ന സമയം റിലാക്സ് ചെയ്യാനും മറ്റും നമ്മൾ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ ബുദ്ധി എന്ന ആയുധം മൂർച്ച വെപ്പിക്കുന്നത് പോലെയാണ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ലപോലെ വിശ്രമവും മറ്റും കിട്ടിയാലേ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ പതിയുകയുള്ളൂ. അതുകൊണ്ട് പഠിക്കുന്നതിനിടയിൽ കൃത്യമായി ആഹാരം കഴിക്കാനും ഉറങ്ങാനും ശ്രമിക്കണം. റിലാക്സേഷൻ, റീക്രിയേഷൻ എന്നിവ വളരെ പ്രധാനമാണ്. അതിനെ ഒന്നും ചെയ്യാതെ സമയം കളയുന്ന ഒന്നായി കാണരുത്. കുറച്ചു നേരം പഠിച്ചു കഴിഞ്ഞാൽ ചെറിയ ഒരു ബ്രേക്ക് എടുക്കുക, റിലാക്സ് ചെയ്യുക. ഇത് നിങ്ങളുടെ എനർജിയും പഠിക്കാനുള്ള ക്ഷമതയും വർദ്ധിപ്പിക്കും. അല്ലാതെ ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ടുള്ള പഠനമല്ല മാർക്ക് നേടുന്നതിൻ്റെ അടിസ്ഥാനം.
നമ്പർ 4, ഓഡിയോ ഫോർമാറ്റ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് ഓഡിയോ ബുക്സ്. കാരണം ഇത് വളരെ കൺവീനിയൻ്റ് ആണ്. നിങ്ങൾക്ക് ഏത് സമയത്തും എവിടെ നിന്നും എന്ത് ചെയ്യുമ്പോഴും ഈ ഓഡിയോ ബുക്സ് കേൾക്കാൻ കഴിയും. നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യാവട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയാവട്ടെ, അതിനൊപ്പം ഒരു ഓഡിയോ ബുക്ക് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ സമയം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ പറ്റും. ഈ ഒരു ടെക്നിക് നിങ്ങൾ പഠിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് വോയിസ് നോട്ടായി സൂക്ഷിക്കുക. പിന്നീട് അത് നിങ്ങൾക്ക് അനായാസം കേട്ട് പഠിക്കാൻ കഴിയും. നമ്പർ 5, ഫൈൻഡ് വൈ. എ മാൻ സെർച്ചസ് ഫോർ മീനിങ് എന്ന ബുക്ക് എഴുതിയ വിക്ടർ ഫ്രാങ്കിൾ പറയുന്നത്, ഒരു കാര്യം ചെയ്യാൻ മതിയായ കാരണമുണ്ടെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായും ചെയ്യും എന്നാണ്. പലപ്പോഴും നമുക്ക് പഠിക്കാൻ മടി തോന്നുന്നത് ഈ ഒരു കാരണമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പരീക്ഷയിൽ നല്ല മാർക്ക് നേടേണ്ടത് എന്ന് കണ്ടെത്തുക. ചിലർ ഈ കാരണം കണ്ടെത്തിയാൽ പോലും പിന്നെ മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഈ കാരണത്തിൽ നിന്ന് അവർക്ക് കിട്ടില്ല. കാരണം അത് അത്ര ശക്തമായ ഒരു കാരണമല്ല. ഉദാഹരണത്തിന്, ഒരു പരീക്ഷ പാസ്സായി ജോലി നേടി ഒരുപാട് പണം ഉണ്ടാക്കണം എന്ന തോന്നലിൽ നിന്നും പഠിക്കാൻ മതിയായ കാരണം കിട്ടണമെന്നില്ല. അതിനു പകരം പഠിച്ച് നല്ല നിലയിലെത്തി തനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, തന്നെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്ന അച്ഛനും അമ്മയ്ക്കും തണലാവണം. അവരെ അല്ലലില്ലാതെ നോക്കണം. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നാട്ടുകാരുടെ പുച്ഛവും പരിഹാസവും ഒക്കെ അവസാനിപ്പിച്ച് നല്ല ഒരു സ്ഥാനത്തെത്തണം. എന്നിങ്ങനെയുള്ള നിങ്ങളുടെ വൈകാരികതയും ആത്മാഭിമാനവും ഒക്കെ ആയി ബന്ധപ്പെട്ട കാരണങ്ങളാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. നിങ്ങളുടെ കാരണം എത്ര ശക്തമാണോ അത് ലക്ഷ്യത്തിലെത്താൻ അത്ര തന്നെ ഊർജ്ജം പകരും. നമ്പർ 6, ഗാമിഫൈ ദ പ്രോസസ്. നല്ല മാർക്ക് നേടാൻ സഹായിക്കുന്ന അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ടെക്നിക്കാണിത്. ഇത് ഒട്ടുമിക്ക ടോപ്പേഴ്സും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക് കൂടിയാണ്. ഫോണിൽ കളിക്കാനും പോൺ വീഡിയോ കാണാനും ചുമ്മാ ഇരുന്ന് നേരം കളയാനും ഒന്നും നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ നമുക്ക് രസകരമായി തോന്നുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ചുമ്മാ കളിച്ച് നടന്നുകൊണ്ട് സമയം കളയും. പഠനവും ഇതുപോലെ രസകരമാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് അനായാസം പഠിക്കാൻ കഴിയും. ഒട്ടുമിക്ക ടോപ്പേഴ്സും പഠനത്തെ ഒരു ഗെയിം പോലെ വളരെ രസകരമായ ഒരു കാര്യമായി കാണുന്നവരാണ്. അതുകൊണ്ടാണ് അവർക്ക് നന്നായി പഠിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങളും ഇനി മുതൽ പഠനത്തെ മടുപ്പുളവാക്കുന്ന, ഏറെ ബുദ്ധിമുട്ടുള്ള ഒന്നായി കാണാതെ വളരെ എളുപ്പമായ രസമുള്ള ഒരു കളിയായി കാണുക. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇത് പ്രാവർത്തികമാക്കാനായി ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ വളരെ ഇഷ്ടമാണ് എന്ന് സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ്. ഇതാദ്യം ഒരു നുണയായി തോന്നും, എങ്കിലും പിന്നീട് ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി മാറും. അങ്ങനെ പഠനം രസകരമായ ഒന്നായി തോന്നും.